പ്രത്യേകത നമുക്ക് ചെയ്യുന്നത്. രണ്ടാമതാണ് ജലാറ്റിൻ എന്ന് പറയുന്ന ഒരു വസ്തു. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് വെടിമരുന്ന് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ജലാറ്റിൻ. അത് നമുക്ക് അറിഞ്ഞോ അറിയാതെ നമ്മൾ പേസ്റ്റ് ചെറിയ തോതിൽ എല്ലാ കമ്പനികളും ഉൾപ്പെടുത്തുന്ന അത് ചെറിയ തോതിൽ നമുക്കൊക്കെ അടുത്ത് വരും. മൂന്നാമത്തെ കാര്യമാണ് ബോണാഷ്. അത് ചത്ത മൃഗങ്ങളുടെ എല്ലിൽ നിന്ന് കിട്ടുന്ന ചാരം. അത് നമ്മുടെ പല്ലിന്റെ ക്ലീനിങ് ഏജന്റായിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോ എല്ലുപൊടി ഉപയോഗിക്കുന്നത് നമ്മളൊരു പാത്രം കഴുകുമ്പോൾ കരി പിടിച്ച കാര്യം കുറയ്ക്കാൻ നമ്മൾ കുറച്ച് മണ്ണ് കൂട്ടി വയ്ക്കില്ലേ, അതുപോലെ ഈ സാധനം ചേർക്കുമ്പോൾ പല്ല് നന്നായിട്ട് വെളുക്കും. അപ്പൊ ഈ ബോണേഷ് സ്ഥിരമായിട്ട് തേച്ച് കഴിഞ്ഞാൽ എന്താ പല്ലിന്റെ ഏറ്റവും മീതത്തിലെ ഇനാമൽ നഷ്ടപ്പെട്ട് നമുക്ക് പല്ല് പൊടിച്ച് തുടങ്ങും. അപ്പൊ നമ്മള് വേറെ ബോണേഷ് ഇല്ലാത്ത പേസ്റ്റിക്ക് പകരം സെൻസോഡ പറഞ്ഞ പേസ്റ്റ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും പേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും അവരുടെ പേസ്റ്റിന്റെ മുകളിൽ 2-3 വാണിംഗ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പരസ്യം കാണുന്നത് മാത്രമേ ഇതിന്റെ കാര്യങ്ങളൊന്നും വായിച്ചു നോക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പേസ്റ്റില് ഡയറക്ഷൻ ഫോർ യൂസ് എന്ന് പറഞ്ഞ് 2-3 കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ട്, ഒന്നാമത്തെ കാര്യം ചിൽഡ്രൻ അണ്ടർ 6 years ഓഫ് ഏജ് ഷുഡ് ഹാവ് അഡൽട്ട് സൂപ്പർവിഷൻ. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ മുതിർന്നവരുടെ നിരീക്ഷണത്തിന് മാത്രമേ പാടൂ. രണ്ടാമത്തെ കാര്യം യൂസ് ഓൺലി എ ടീ സൈസ് എമൗണ്ട്, പയർമണി വലുപ്പത്തിന് ഉപയോഗിക്കാൻ പാടൂ. മൂന്നാമത്തെ കാര്യം ഒരു കാരണവശാലും അകത്തേക്ക് സഹകരിക്കുന്നു. ഒരു സിഗരറ്റിന്റെ പേര് ആ കമ്പനിക്കാർ എഴുതുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്ന പറഞ്ഞെന്താ, ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഘടകം എഴുതുന്നത് അല്ലെ. അപ്പൊ ഇതിന് എഴുതിയിറങ്ങിയാണ് ഇതിന് കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയില്ല. അകത്ത് പറയുന്നത് എന്താ, നമ്മളറിയോ നമ്മളൊരു കുട്ടി പല്ലി തേക്കുമ്പോൾ ടേസ്റ്റ് കുട്ടിയോട് അതിന് ടേസ്റ്റ് കൊണ്ട് വിഴുക ചെയ്യരുത്. സ്ഥിരമായിട്ട് ആ കുട്ടി പല്ല് തേക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വായലിൽ വെക്കുന്ന ഒരു സാധനത്തിന് അല്ലെങ്കിൽ തേക്കുന്ന പേസ്റ്റ് എങ്ങനെയും അകത്ത് പെടാൻ സാധ്യത എന്നാലും കുഴപ്പമുണ്ടാവില്ല ശരീരത്തിൽ വിചാരിക്കുക. പക്ഷെ ഇതിന്റെ പ്രശ്നം കണ്ടെത്തി ആരെങ്കിലും കമ്പനിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിക്കാർക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം ഇത് ശ്രദ്ധിക്കേണ്ടത് ആരാ, അവരെ എഴുതിയിട്ടുണ്ട്. വായിക്കാത്ത ആരും കുറ്റ, നമ്മുടെ മാത്രം കുറ്റ. അതുകൊണ്ട് നമുക്ക് വായിച്ച് ഇത് ചെയ്യുന്ന പരിപാടി ആരുമില്ല. ഈ കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് RCM എന്ന സിസ്റ്റത്തിൽ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്താണ് മാർഗം? മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ നമുക്ക് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് ചിന്തിച്ചപ്പോൾ വടക്കേ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ് TC ചപ്രാജി പറയും. തിലക് ചന്ദ് ചോപ്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നമ്മുടെ നാടിന്റെ ആരോഗ്യാവസ്ഥ മറികടക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ ഉദ്ദേശിച്ച് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഈ ജാതി വിഷം ചെറുവരായാലും മുതിർന്നവരായാലും ദിവസേന അകത്തേക്ക് പെടുക. അപ്പൊ അതിനെതിരെ ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം ഒരു പേസ്റ്റ് കണ്ടുപിടിച്ചു. ഇതിന്റെ അവയർനെസ് ആളുകൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. എത്ര അവയർനെസ് കിട്ടിയാൽ കാരണം നമ്മളൊക്കെ ഇത് വാട്സപ്പും ഫേസ്ബുക്കിലും കാണുന്നതാണ്. ഒരു കാര്യമില്ല. അതായത് പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിനൊരു പേസ്റ്റ് ഉണ്ടാക്കി. ഈ പേസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. കാരണം സാധാരണയായി നമ്മുടെ നാട്ടില് ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 2006 കണക്കനുസരിച്ച് ഒരു ഇന്ത്യ ഗവൺമെന്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ 52% പ്രൊഡക്റ്റും ഇന്ത്യയിൽ ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുന്നതെന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കാണ്. ഇത് 2006. ഇപ്പൊ 2025 ആകുമ്പോഴേക്കും ഇത് കൂടിയിട്ടുണ്ടാവോ കുറഞ്ഞിട്ടുണ്ടാവോ? സ്വാഭാവികമായിട്ട് കൂടിയിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം കണക്കൂട്ടി ഇങ്ങനത്തെ ഒരു ഉൽപ്പന്നം അദ്ദേഹം ഉണ്ടാക്കി ഇതിന് ഇന്ന ഗുണങ്ങളുണ്ട്, മദ്യനേക വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? കമ്പനി ഉണ്ടാക്കണേക്ക് കൂടുതലാണ് മാർക്കറ്റ് വിൽപ്പന. എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ആവും? കമ്പനി അവര് ഉണ്ടാക്കുന്നത് ഇതിന്റെ കവറും ഇതിന്റെ രീതിയും കണ്ട ആളുകൾ ഇതാണെന്ന് മനസ്സിലാക്കി മേടിക്കും അല്ലെ. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടില് നടക്കുന്ന എങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ വരുന്നത് നോക്കാം. ഒരു ഉൽപ്പന്നം നമ്മുടെ കൈകളിലേക്ക് വരുമ്പോൾ 8-10 ഇടനിലക്കാരെ കൂടിയിട്ടാണ് വരിക അല്ലെ. ഒരുപാട് ഇടനിലക്കാരുണ്ടാവും. അപ്പൊ ആ ഇടനിലക്കാരെ സംബന്ധിച്ച് ആ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഓരോ സെക്ടറിലും വരുന്ന ഓരോ ആളുകൾക്ക് ഓരോ വിലയായിരിക്കും, ചെറിയ കമ്മീഷൻ കിട്ടുന്നത്. അപ്പോൾ സാധാരണയായിട്ട് പരസ്യം കൊടുത്ത് നിൽക്കുന്ന എല്ലാ കമ്പനികളും ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ കടക്കാർ ബാധ്യസ്ഥരാവുന്നത്. കടക്കാരത് വാങ്ങിക്കൊണ്ടേക്കും. അതുകൊണ്ട് തന്നെ കമ്പനിക്കാരെ ലാഭം കുറവേ കൊടുക്കും.
ഇങ്ങനെ ലാഭം കുറവ് കൊടുക്കുമ്പോഴാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിക്കാർ വന്ന് പറയുന്നത് സാറിന് ഒരു പേസ്റ്റ് വിൽക്കുമ്പോൾ എത്ര രൂപ ലാഭം കിട്ടുമെന്ന്, ഒരു 4 രൂപ 5 രൂപ കിട്ടുമെന്ന്, ഒരു 15 രൂപ ഇത് വിറ്റാൽ തരാൻ പറയുമ്പോൾ സർക്കാർ മേടിച്ചേക്കുമല്ലേ, മേടിച്ചു വെക്കും. ഇങ്ങനെ മേടിച്ചു വെച്ച് വിൽക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ച കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തില്ല. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടില് പതഞ്ജലി എന്ന് പറയുന്ന കുറെ പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു. സത്യത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടാക്കി വിൽക്കുന്ന സാധനം, ഉണ്ടാക്കുന്ന സാധനങ്ങൾ ക്വാളിറ്റി അടിപൊളിയായിരുന്നു. പക്ഷെ കുറെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് ഇതിന്റെ കടകളിൽ നിന്ന് കൊണ്ട് പരിശോധിച്ച സാധനങ്ങളിലൊന്നും അദ്ദേഹം പറയുന്ന ഒരു ക്വാളിറ്റി ഇല്ല. എന്തായിരിക്കും കാരണം? അദ്ദേഹം അവിടുന്ന് ഉണ്ടാക്കി വിടുന്നതിലേക്ക് സാധനം പറഞ്ഞ ആളുകൾക്ക് മേടിക്കുന്ന കാരണം ഇത് ഡ്യൂപ്ലിക്കേറ്റ്, കുന്നംകുളമ്പുള്ള മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേഷൻ ഉൽപ്പന്നങ്ങൾ വരുന്നു. അപ്പൊ ആളുകൾ ഈ പേര് കാണുമ്പോൾ അതാണെന്ന് വിശ്വസിച്ച് മേടിക്കും. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ആളുകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ എന്തായി, ആ ഒരു ഉൽപ്പന്നങ്ങൾക്ക് അദ്ദേഹം വിചാരിച്ച അത്ര പ്രസക്തി കിട്ടിയില്ല, പലരും അത് മേടിക്കുന്ന നിർത്തും. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇതിന്റെ മാർക്കറ്റിംഗ് രീതിയിൽ അദ്ദേഹം ഒരു മാറ്റം വരുത്തി. സാധാരണയായിട്ടൊരു ഉൽപ്പന്നം ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കസ്റ്റമർ ഏറ്റവും അടിയെന്ന് വെച്ചാൽ ഒരു 8 or 10 ഇടനിലക്കാര് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് വരും. ഇതിന്റെ ഏറ്റവും അടിത്തട്ടിലല്ല മോട്ടത്തിലാണ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുക. ഇതിന്റെ അടിയിലുള്ളവരൊക്കെ എന്ത് ചെയ്യും? ആ ബ്രാൻഡ് തന്നെ വാങ്ങിക്കൊണ്ട്. അപ്പൊ ഇവിടെ കമ്പനി ഒരു തീരുമാനം എടുത്തു, കമ്പനി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, ഇത് നേരത്തെ വണ്ടർവേൾഡ് ക്യുക്ക് പറഞ്ഞിട്ട് RCMന്റെ ഒരു ഔട്ട്ലെറ്റ്, കമ്പനിയുടെ ഔട്ട്ലെറ്റ് എത്തുന്നു. ഇവിടെ നേരത്തെ കസ്റ്റമറിലേക്ക് കൊടുക്കുന്ന ഒരു രീതി അവിടെ വിഭാവനം ചെയ്തു. കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നം കമ്പനി തന്നെ ഔട്ട്ലെറ്റ് വന്നു, അവിടുന്ന് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ഇത് പുറത്തെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ മാർക്കറ്റിങ്ങിന് ഡ്യൂപ്ലിക്കേഷൻ പോലത്തെ പ്രശ്നം വന്നുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഉൽപ്പന്നം ഉണ്ടാക്കിയത് ആ ഉദ്ദേശിച്ചിട്ട് നടക്കുകയാണ്. സത്യല്ലേ? അതുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നത്തിന് ഈ തരത്തിലുള്ള ഒരു വിൽപ്പന നടത്തി ഇവിടെ നിന്ന് കമ്പനി ഒരു 10 പീസാണ് ഇവർക്ക് കൊടുത്തു വിചാരിച്ച, ഈ 10 പീസ് കമ്പനിയാണ് സ്റ്റോക്ക് കയറ്റുക. ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് വന്നാലും വേറെ ആൾക്ക് ബില്ലടിച്ച് മേടിക്കാൻ പറ്റില്ല. അപ്പൊ 10 കൊടുത്താൽ 10 മാത്രമേ വിൽക്കാൻ പറ്റൂ. 11ാമത്തെ ഒന്നര അടിക്കുമ്പോൾ നോ സ്റ്റോക്ക് കാണിക്കും. അങ്ങനെ ഒരു ആ ഡ്യൂപ്ലിക്കേഷന് എന്താ പറയുക, പഴുതു കൊടുക്കാത്ത ഒരു മാർക്കറ്റിംഗ് രീതി ഉണ്ടാക്കി. ആ മാർക്കറ്റിംഗ് രീതിയുടെ പേരാണ് RCM എന്ന് പറയുന്ന റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റ്, യഥാർത്ഥ വിപണന രീതി, ശരിയായ വിപണന രീതി എന്ന് പറഞ്ഞ് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു. ആ ഫോളോ ചെയ്തപ്പോൾ ഞാൻ RCM വന്ന വഴി ഇതിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു നോക്കി. ഇതിനു മുമ്പേ എന്റെ കുട്ടികൾ പല്ല് തേക്കാൻ വേണ്ടി, ചെറിയ കുട്ടികളുണ്ടാകുന്ന പല്ല് തേക്കാൻ വേണ്ടി നമ്മൾ പേസ്റ്റൊക്കെ എടുത്തിട്ട് ഉമ്മർത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ കുട്ടികൾ നോക്കിയിരിക്കും. നമ്മുടെ കണ്ണൊന്ന് തെറ്റിയ പേസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, കുട്ടികൾ തിരിഞ്ഞ്. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഞാൻ എന്റെ കുട്ടികൾക്ക് ഇത്ര വിഷമാണല്ലോ കൊടുക്കുന്നത്. നമുക്കറിയില്ല, നമ്മൾ ഉമിക്കരിയോട് തേച്ച പല്ല് മോശമാവണ്ട വിചാരിച്ച പൈസ ഉമിക്കരി പുതിയ കിട്ടും. അത് കരിച്ചുണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബക്കറ്റിൽ കുറച്ച് കരിച്ച് വെച്ചാൽ ഒരു കൊല്ലം 6 മാസത്തിന് ഒരു പൈസ ചെലവില്ല. എന്നാലും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നില്ല. നമ്മുടെ കുട്ടികളുടെ പല്ലിന്റെ ആരോഗ്യം ശരി. അപ്പൊ രാവിലെ തന്നെ ഞാൻ അറിയാതെ ആ കുട്ടികൾക്ക് വിഷം കൊടുക്കുക. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പേസ്റ്റൊക്കെ എടുത്ത് വെച്ചതിന് ഇത് വാങ്ങി ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ പേസ്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്റെ പല്ലില് ഇനാമറൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു രാവിലെ പച്ചവെള്ളം വായനാക്കാൻ പറ്റില്ല, ഭയങ്കര കോച്ചിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സെൻസോഡ പേസ്റ്റാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പേസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് പല്ലിന് കോച്ചലില്ല, പുളിപ്പൂല്ല, ഒന്നുമില്ല. എനിക്ക് തണുത്ത വെള്ളം കുടിക്കുക, ഐസ്ക്രീം കഴിക്കുക, മധുരം കഴിക്കുക. മറ്റൊരു ലഡുവിൻ്റെ ഒരു കഷ്ടമൊക്കെ തട്ടി കഴിഞ്ഞാൽ പല്ല് വേദനകൾ ഭയങ്കരമായിട്ട്. അതിനുള്ള ഒരു പേസ്റ്റ് കമ്പനി കണ്ടെത്തി. ഇത് റെഡ് പേസ്റ്റ്, ആൾറൗണ്ട് പേസ്റ്റ്, പല്ലിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും. പല്ലിന് എന്തൊക്കെയുണ്ട്, നമുക്ക് പല്ല് തേക്കുമ്പോൾ നമുക്ക് വരുന്ന പല്ലിന്റെ പുളിപ്പ്, പല്ലിന് ഈ ചെത്ത് തട്ടിയ പറ്റാതെ ഇനാമിന് പോയത്, വായനാറ്റം, കാവിറ്റ്, ഇതൊക്കെ മാറും. ഈ പേസ്റ്റുകൾ ഉപയോഗിച്ച് ആരെങ്കിലും പറഞ്ഞോ? ഈ പേസ്റ്റ് ഭൂരിഭാഗം ആളുകൾ ഉപയോഗിച്ച ശരിയാണോ ഞാൻ പറഞ്ഞത്? അല്ലെ? വില വെച്ചാലോ മാർക്കറ്റിലേക്ക് കുറഞ്ഞു വരും. അല്ലെ? എന്തുകൊണ്ട് വെച്ചാൽ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്നില്ല. അപ്പോ ഇത്തരത്തിലുള്ള സാധാരണ ഉൽപ്പന്നങ്ങളിൽ നിന്ന് വേണം നമ്മുടെ ആരോഗ്യം തുടങ്ങാൻ. അല്ലെ? അപ്പൊ അങ്ങനെ അദ്ദേഹം അതിന്റെ ഒപ്പം പിന്നെ നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചെയ്യുന്ന കാര്യം എന്താ? ചായ കുടിക്കുക. ഏറ്റവും കൂടുതൽ വിഷം വരുന്നത് ചായപ്പൊടിയിലാണ് പറഞ്ഞത്. ഇപ്പൊ അടുത്ത് ഇവിടെ ഈ
മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ വർഷം പാണ്ടിക്കാടിനപ്പുറം സ്ഥലമുണ്ട് ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലം സ്ഥലത്തിന് പേര് പറഞ്ഞു. അപ്പൊ അവിടുത്തെ 2 ലോഡ് ചായപ്പൊടി ഡ്യൂപ്ലിക്കേറ്റ് പിടിച്ചു. ഇവിടെ ബംഗാളാണ്. ബംഗാള് പറയുന്ന സ്ഥലത്ത് വള്ളുവങ്ങാടില്ലേ? വള്ളുവങ്ങാട് അടുത്ത സ്ഥലല്ലേ? അതെ അല്ലെ? ഇത്തരം ലോഡ് ചായപ്പൊടി പിടിച്ചു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒരു ഏഡോ അങ്ങനത്തെ കാണുന്നു. ഓ ഇവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കാണുന്നത്. ഇത് എങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന ബ്രാൻഡഡ് കമ്പനികളുടെ കവർ ഉണ്ടാക്കും. അതിലേക്കാണ് ഈ സാധനം വിറ്റ് കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? ആ ബ്രാൻഡ് കണ്ട് മേടിച്ചിട്ട് പോയി ഇപ്പൊ കമ്പനി ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒന്നരാത്ത സാധനം ഉണ്ടായിക്കൊണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കമ്പനി എല്ലാം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകളാവും ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ടാവും. അപ്പോ ഇതിന്റെ പിന്നിലേക്ക് പോയി നോക്കുമ്പോൾ നമ്മളത് കണ്ടു വിട്ടു. പക്ഷെ അതിന് കേസും കാര്യങ്ങളും കോടതി നടക്കുന്ന സമയത്ത് അതിന് ബ്ലഡിന്റെ അംശം പോലും കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ കമ്പനിയുടെ ആളുകൾ അത് ഉണ്ടാക്കുന്ന ആളുകളും ഒന്ന് സമ്മതിച്ച കാര്യമാണ്. അവര് ടൗണുകളിലൊക്കെ നടക്കുന്ന ചായക്കടകളിൽ ചായപ്പൊടിയൊക്കെ എന്ത് ചെയ്യും? ഒരു ബക്കറ്റിൽ ഇട്ട് വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വേസ്റ്റ് പിന്നീട് കൊണ്ടുപോയി കളയാനോ അല്ല ജൈവ വളത്തിനോ നമ്മളൊക്കെ വീട് റോസിന്റെ ചുവട്ടിലൊക്കെ ചെടികളുടെ ചുവട്ടിൽ അങ്ങനെ ആയിരിക്കുന്നത്. പക്ഷെ വൈകുന്നേരം ഇത് കളക്ട് ചെയ്യുക ആളുകൾ ടൗണിലൊക്കെ ഗ്രാമപ്രദേശത്ത് നിന്നാണ്. കാരണം ഗ്രാമപ്രദേശത്ത് കുറച്ചല്ലേ കിട്ടും, ടൗണിൽ നിറയെ കട. അപ്പൊ ഇത് കൊണ്ടുപോയി അവർ വലിയ വലിയ ഗോഡൗണിൽ കൊണ്ടുപോയിട്ട് ഉണക്കുക. അതില് ഹെയർ ഡൈ പോലത്തെ കെമിക്കല്. അപ്പൊ നമ്മൾ ഹെയർ ഡൈ ഒക്കെ നമ്മുടെ മുടിയിൽ നിന്ന് ചില ആളുകൾക്ക് തൊലിക്കായാൽ തന്നെ അലർജി വരുന്നുണ്ട്. ഇതേ സാധനം ചായപ്പൊടിയിൽ ആഡ് ചെയ്യാം. ഒപ്പം പിന്നെ എന്താ, മൃഗങ്ങളെ കൊല്ലുമ്പോൾ കിട്ടുന്ന ചോര, വെട്ടുചോര, ഇത് അവരെന്ത് ചെയ്യണു? അതായത് ഒരു മൃഗത്തിനെ കൊല്ലുമ്പോൾ 5-10 ലിറ്റർ ചോര ഇതൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് 10-20 മിനിറ്റ് കെട്ടി വെച്ചാൽ അത് കംപ്ലീറ്റ് കട്ട് ചെയ്യും. പിന്നീട് അത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് ഉണക്കി പൊടിച്ച് ഈ സാധനത്തിൽ ചേർക്കുക. അപ്പൊ ഇത് ചേർത്ത് നമ്മൾ അപ്പൊ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ആ പഴയ ചായപ്പൊടി, അതിൽ കുറച്ച് പുതിയ ചായപ്പൊടി ഉണ്ട്, കുട്ടി നീലഗിരി എന്നൊക്കെ നല്ല ചായപ്പൊടികൾ, അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഈ 2 സാധനങ്ങൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഏത് കളറിന്റെ പാക്ക് ചെയ്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയാതെ വാങ്ങി കുടിക്കും അല്ലെ? അപ്പൊ നമ്മളൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ സാധാരണയായിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു ടെസ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടുത്തെ അത് പരീക്ഷിച്ചു നോക്കാം. സാധാരണ ചായപ്പൊടിയൊക്കെ എന്നൊരു മരത്തിന്റെ ഇലയാണ് അല്ലെ? ഇതിനൊരു പ്രത്യേകത ഉണ്ട്. വെള്ളത്തിലിട്ട് തിളച്ചാലേ കളർ വരുള്ളൂ. അതൊരു ഗോൾഡൻ കളറാ വരികയാണെങ്കിൽ തന്നെ. അപ്പൊ അല്ലാതെ ചായപ്പൊടി എന്താ ഭയങ്കര ചുവപ്പ് കളർ വരും. അത് വെറുതെ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് കളർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഈ പറഞ്ഞ സാധനങ്ങൾ ചേർത്തതാണ് അല്ലെങ്കിൽ അല്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ചായപ്പൊടി RCM ചായപ്പൊടി ഉണ്ട്, അതും മാർക്കറ്റിലെ ചായപ്പൊടി തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അതിന് വേണ്ടിയാണ് ഇവിടെ ചായപ്പൊടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചായപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്, ഒന്ന് നോക്കി നോക്കാം. അല്ലേ അല്ല ഇത് RCM അല്ല. അത് മേടിച്ചിട്ട് കാര്യമില്ല, നമ്മള് പുറമേണ്ടാവും ചായക്ക്. അപ്പൊ ഇത് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ചായപ്പൊടിയാണ് അല്ലെ? നമുക്ക് ഒരു 10 രൂപയുടെ പാക്കറ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് സാമ്പിൾ നോക്കാൻ വേണ്ടി മേടിച്ചു. അപ്പൊ ഇത് നമുക്ക് അതുകൊണ്ട ഹലോ നമുക്ക് എന്ത് ചെയ്യാം? 2 ക്ലാസ് കുറച്ച് വേണം. മാർക്കറ്റിലെ ചായപ്പൊടി ഒന്ന് വായിച്ചാൽ കടയിൽ കൊണ്ടിട്ട് അത് പിടിച്ചല്ലോ, നമുക്ക് നന്നായി കലക്കി കുറ്റവ് അപ്പത്തിന് കൊണ്ട് ഇതിന് പറഞ്ഞാൽ വേറെ കിടക്കുന്നു.
മായം കലർത്തുന്ന സാധനം ഇല്ല. നോക്കുക, നമ്മൾ രാവിലേക്ക് കുടിച്ചേക്കുന്ന ചായപ്പൊടി ഞാൻ ഈ പറഞ്ഞ കെമിക്കലാണോ ഒറിജിനൽ? ഇത് ആർസിഎമ്മിന്റെ ചായപ്പൊടിയാണ്. ഇതെന്താണ് മാർക്കറ്റില് ഏറ്റവും കൂടുതൽ നല്ല ലീഡ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ അത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കോട്ടെ. കമ്പനി ചിലപ്പോൾ അതിന്റെ സാധനം മോശമായിട്ട് ഞാൻ പറയില്ല. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ അറിഞ്ഞു അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേതാണ് ചായ? ഇത് ആൾറെഡി ആയി. ഞാൻ പറഞ്ഞ ഹെയർ ഡൈ പോലത്തെ സാധനങ്ങൾ ഇപ്പൊ ഉദാഹരണം പഠിക്കുന്നത് ചിലപ്പോ മുടി കറുപ്പിക്കാതിരിക്കും, ചിലപ്പോൾ അതിന്റെ അലർജി ഉണ്ടാവും ചിലപ്പോൾ, അല്ലെ? പൊക്കിന് പറ്റിയ അലർജി വരുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ ചെന്നുണ്ടാവും. ഇന്ന് കിഡ്നി പേഷ്യന്റുകൾ കൂടുതൽ കുറയണം. അതുപോലെ തന്നെ നമുക്ക് അറ്റാക്ക് കൂടുതൽ വരികയാണ്. അതേപോലെ കുഴഞ്ഞു വീഴല്, ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കൂടി നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരിക. അപ്പൊ ഇതിന്റെ മൂല കാരണം എവിടുന്നാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം. ഇത് രണ്ട് ഉൽപ്പന്നങ്ങളാണ് പറഞ്ഞത്. രണ്ട് ഉൽപ്പന്നങ്ങളിൽ എന്തുണ്ട്? മായമുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഭക്ഷണം എന്തോ നോക്കണ്ട, ഇപ്പൊ ചോറ് എന്തോ നോക്കണ്ട, എത്ര വറ്റി പിടിച്ചു നോക്കണം? ഒന്നോ രണ്ടോ പോലെ. അപ്പൊ ആർസിഎമ്മിലെ രണ്ട് ഉൽപ്പന്നങ്ങൾ നമ്മൾ പരീക്ഷിച്ചു. അപ്പൊ ഇതില് എല്ലാ ഉൽപ്പന്നങ്ങളും പറയാം. 450 നിത്യ ഉപയോഗ സാധനങ്ങളുടെ ആവശ്യം. എല്ലാത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു അവയർനെസ് തരിക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പിന്നീട് നിങ്ങളത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അതിന്റെ അനുഭവം ഞാൻ ഒരു 10 വർഷം മുമ്പ് ഈ ഒരു സിസ്റ്റം 15 വർഷം മുമ്പ് എനിക്ക് വന്നപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ അന്നൊരു തീരുമാനം എടുത്തു. എന്റെ കുടുംബത്തേക്ക്, എന്റെ കുട്ടികൾക്ക് ഇനി ഞാൻ ഈ ഒരു വിഷം എടുത്തു കൊടുക്കില്ല. നിങ്ങൾക്ക് ഈ തീരുമാനം എടുക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് നാളെ അസുഖമില്ലാത്ത ആരോഗ്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും. ഇതിന്റെ ഒരു ഉൽപ്പന്നങ്ങൾ കുറെ ആളുകൾ പറയുന്ന ഒരു ബിസിനസ്സിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊരു സത്യമാണോ? നമ്മൾ എന്തായാലും സാധനങ്ങൾ മേടിക്കണം. ഇത് ഇങ്ങനത്തെ സാധനങ്ങളാണെന്നുള്ള അറിവ് നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ല. ചായ കുടിക്കുന്നത് എന്ത് ചെയ്യും? ഉൽപ്പന്നം വേണ്ടേ? അപ്പൊ അതിന്റെ ഒറിജിനൽ ആയിട്ട് കിട്ടുന്ന ഒരു സംവിധാനമാണ് ആർസിഎം പറഞ്ഞ സിസ്റ്റം. അപ്പൊ ഇതിൽ ഒരു ഉൽപ്പന്നം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ന്യൂട്രീഷൻ കൗൺസിൽ ഹെൽത്ത് സംബന്ധമായിട്ട് നമുക്കൊരു ഫുഡ് സപ്ലിമെന്റ് പറഞ്ഞ സെഗ്മെന്റ് ഉണ്ട്. അതിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയും. കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫുഡ് സപ്ലിമെന്റ് മാത്രം ഉപയോഗിക്കും. എന്നിട്ട് രാവിലെ മുതൽ ഈ ജാതി പേസ്റ്റ്, ഈ ജാതി വിഷം തുടങ്ങിയ സാധനങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അതിലെന്ത് രോഗാവസ്ഥയിൽ മാറുന്നില്ല. നമ്മൾ ഏതെങ്കിലും ചില ആളുകൾ ഷുഗർ പോലെ അതിന് മാത്രം കഴിഞ്ഞ് ബാധിച്ചിട്ടുണ്ട് മാറും. ഇവിടുന്ന് വേണം നമ്മളെ ജീവിതത്തിലേക്ക് മാറ്റം വരുന്നത്. മാറ്റം വരുത്തുന്ന തീരുമാനം എടുത്ത് നമ്മൾ പ്രവർത്തന പദത്തിലേക്ക് കൊടുത്താൽ നമുക്കത് ഇത് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 15 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ നോ ഡോക്ടർ, നോ മെഡിസിൻ, നോ ആശുപത്രി. നമുക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, ഓ അങ്ങനെയൊക്കെ ഉണ്ടാവും ഈ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇത് അനുഭവിച്ചറിഞ്ഞ കാര്യം. ഈ ഒരു അനുഭവം കൊണ്ടാണ് എന്നാലാവുന്നത് എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആരുടെ കടമയാണ്? നമ്മുടെ കടമയും കർത്തവ്യമല്ലേ? അതുകൊണ്ടാണ് ഇറങ്ങി തിരിച്ച് ഈ ഒരു സിസ്റ്റത്തിലേക്ക്. ഈ ഒരു സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ രണ്ട് കാര്യമുണ്ട്. നമ്മുടെ ജീവിത ചെലവുകളിലെ വരുമാനം കമ്പനി തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സർവീസായിട്ട് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കുടുംബത്തിന് അതായത് കൈ പിടിച്ച് കയറ്റാൻ പറ്റും. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മായങ്ങളും പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഒരു സാധനമാണ് എണ്ണ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ. ആ എണ്ണയുടെ കാര്യം കൂടി പറഞ്ഞു ഞാൻ നമ്മുടെ അർജുൻ സാറിനെ വിളിക്കാം പോരെ? ഓക്കെ. നമ്മള് ഒക്കെ ഉപയോഗിക്കുന്ന എണ്ണ മാർക്കറ്റില്, ഞാൻ എൻ്റെ വീട് ഒരു ഗ്രാമത്തിലായതുകൊണ്ടും എൻ്റെ വീട്ടിൽ ഒരുപാട് തെങ്ങൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എന്തും വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു 99% മലയാളികൾ അല്ലെങ്കിൽ 100% മലയാളികൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആളുകളാണ്. ശരിയല്ലേ? ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് ഹെൽത്തിന്റെ ഇഷ്യൂസ് എണ്ണ ഉപയോഗിച്ചുകൊണ്ട് മാത്രം വരുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതിന് കുറച്ചൊന്നും ഞാൻ ഇവിടെ എഴുതാം. ഒന്ന്, നമ്മള് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഒരുപാട് ആളുകൾ നേരിടുന്നുണ്ട്, അല്ലെ? ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ കുഴഞ്ഞു വീഴുന്നു. അതുപോലെ തന്നെ എന്റെ വീടിനടുത്ത് ഈ ഒരൊറ്റ മാസം, ഇന്നിപ്പോ 1-ാം തീയതി മുതൽ ഇന്നിപ്പോ 18-ാം തീയതി അല്ലേ, ഒരു 18 ദിവസത്തിനുള്ളിൽ 2 ചെറുപ്പക്കാരാണ് കുഴഞ്ഞു വീഴുന്നത്. കുഴഞ്ഞു വീഴുന്ന മരിച്ചു. അതിന്റെ ഒന്ന് എന്നേക്ക് 4 വയസ്സ് കുറവാണ്. അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഡൽഹിക്ക് പോയതാണ്. അവിടെ ചെന്ന് അവിടെ ഡൽഹി, ഹരിയാന സംസ്ഥാനങ്ങളിലൊക്കെ
ഗവൺമെന്റ് കോൺട്രാക്ടറാണ്. ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. 3-ാം തീയതി രാത്രി ഞാൻ ഫേസ്ബുക്കിൽ തുറന്നു നോക്കുമ്പോൾ പ്രിയ സഹോദരൻ മനോജ് ഹൃദയാഘാതത്തെ തുടർന്ന് ഡൽഹിയിൽ മരണപ്പെട്ടെന്ന് കൂടി നാളെ രാവിലെ നാട്ടിൽ കൊല്ലം വൈകുന്നേരത്തെ സംസ്കാരം പറഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാണ്. വളരെ നല്ല, ഇന്നേക്ക് 4 വയസ്സ് കുറഞ്ഞ ചെറുപ്പക്കാരനായിട്ടുള്ള ആള്, ചെറിയ കുട്ടികൾ, പറക്കം പറ്റാത്ത കുട്ടികൾ പറയില്ലേ, അങ്ങനത്തെ കുട്ടികൾ ഉള്ള അവൻ ഒരു ദിവസം മരണപ്പെട്ടു. ഇത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോ പടവ് പണിക്ക് പോകുന്നത്, അതായത് തേപ്പ് കെട്ടൊക്കെ പണിക്ക് പോകുന്നതാണ്. വീട് വെറുതെ വാർത്തിട്ടുണ്ട്. 2 പെൺകുട്ടികള്, ഭാര്യ, വേറെ ഒരു വരുമാനം ആ വീട്ടിലില്ല. അവൻ ഈ ജോലിക്ക് പോയിട്ടുള്ള വരുമാനമാണ്. അപ്പൊ ഒരു ദിവസം രാവിലെ ആകുമ്പോൾ രാത്രി കടന്നുപോയി രാവിലെ എണീക്കുന്നില്ല. എന്താ കാരണം? സൈലന്റ് അറ്റാക്ക്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു വഴിക്ക് നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് മരിക്കുന്നു. ഇങ്ങനത്തെ ആളുകളുടെയൊക്കെ പ്രധാനമായിട്ട് പ്രശ്നം നേരിടുന്നത് കൊളസ്ട്രോൾ ആണ്. അപ്പൊ എങ്ങനെ ഈ കൊളസ്ട്രോൾ വരുന്നു, എങ്ങനെ നിയന്ത്രിക്കുന്നു? ഇതിന്റെ ഏറ്റവും വലിയ വില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പാചകത്തിനായാലും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എണ്ണയാണ്. അതിൽ നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം, എന്തുകൊണ്ട് എണ്ണ ഇത്രയും വലിയൊരു വില്ലനായി? നമ്മൾ കൊളസ്ട്രോളോ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്ന ഡോക്ടർ ആദ്യം പറയുന്ന എണ്ണ തുടരുത് എന്നാ പറയാ, അല്ലെ? എണ്ണയാണ് വില്ലൻ. നമ്മളിവിടെ ഉപയോഗിക്കുന്ന കൂടുതൽ എണ്ണകളും വല്ല വണ്ടിയുടെ റിഫൈൻ ചെയ്തിട്ടുള്ള എണ്ണ ശുദ്ധീകരിച്ചതും, അതേപോലെ മിനറൽ ഓയിൽ പോലത്തെ സാധനങ്ങളും ഒക്കെയാണ്. അതേപോലെ സൂര്യകാന്തി എണ്ണ എന്നൊക്കെ പറയുന്നത് നമ്മളത് അറിയാം. ഒരു കിലോ സൂര്യകാന്തിക്ക് ഇത്ര വില ഉണ്ട്. എങ്ങനെ ഈ എണ്ണ വിറ്റാൽ മുതലാവും? മാർക്കറ്റില് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മില്ലിൽ നിന്ന് നമുക്ക് ആട്ടിയ എണ്ണ കിട്ടും. ഓപ്പൺ മാർക്കറ്റിൽ പോയി 250 രൂപയ്ക്ക് വെച്ചിട്ട് എണ്ണ കിട്ടും. സമ്പത്ത് കമ്മിയായ ആളുകൾ എന്ത് മേടിക്കും? മില്ലിൽ നിന്ന് മേടിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോ അവിടെയാണ് ആർസിഎം പ്രസ്ഥാനത്തിന് കഴിഞ്ഞ 15 വർഷമായിട്ട് അതിന് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു എണ്ണയാണ് അരിയുടെ തവിടുന്ന് എടുക്കുന്ന റൈസ് ബ്രാൻ ഓയിൽ. എന്താണ് ഈ എണ്ണ? പിന്നെ ആർസിഎം വന്നപ്പോൾ റൈസ് ബ്രാൻ ഓയിൽ എന്ന് കേട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത, സാധാരണഗതിയിൽ നമ്മൾ എല്ലാ എണ്ണകളും ഒരു 100 മുതൽ 180 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്ക് എണ്ണ പുകയാൻ തുടങ്ങും. എണ്ണ പുകഞ്ഞു കഴിഞ്ഞാൽ എണ്ണ രാസകരണമായിട്ട് ട്രാൻസ് ഫാറ്റി ആസിഡ് TFA പറഞ്ഞിട്ടുള്ള ഒരു വിഷവസ്തുവായിട്ട് മാറും. ഈ സാധനം നമ്മുടെ ശരീരത്തിൽ ദഹിക്കില്ല. അതുകൊണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരിക്കൽ ചൂടാക്കിയ എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടാവും, അല്ലെ? എന്നാലും നമ്മൾ പപ്പടം കാച്ചുമ്പോൾ ബാക്കിയുള്ള എണ്ണ എന്ത് ചെയ്യും? വറുത്തെടുക്കും. സ്വാഭാവികമായിട്ടും വീട്ടിൽ നമ്മൾ ചെയ്യും, അറിയൊക്കെ ചെയ്യും, നമ്മൾ പ്രാവർത്തികമാക്കില്ല. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ വിചാരിക്കുക, ബേക്കറികൾ എന്ത് ചെയ്യണ്ടാവും? നമുക്കൊരു തുള്ളി എണ്ണ പപ്പടം കാച്ചിന്റെ ബാക്കിയുണ്ട്. ഇത് കളയാൻ നമുക്ക് മടിയച്ച 8-10 ലിറ്ററിൽ വറുത്തെടുക്കുന്ന സാധനം ബാക്കി എണ്ണ കളയുണ്ടാവും. ഞാനെങ്കിലും ബേക്കറിക്കാരിരിക്കുന്നെങ്കിലും ചീത്ത പറയുന്ന ഇതൊരു സത്യം. കാരണം അവർക്ക് ചിലപ്പോൾ വിറ്റ് മുതലാവില്ല, അതുകൊണ്ട് തന്നെ അവർ കളയൂല. അവരത് വീണ്ടും വീണ്ടും ഉപയോഗിക്കും. അപ്പൊ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഈ ട്രാൻസ്ഫാറ്റി ആസിഡിന്റെ പ്രത്യേകത, ഓരോ പ്രാവശ്യം ചൂടാക്കുമ്പോൾ ഇത് ഇരട്ടിയായിട്ട് പോകും. ഓരോ പ്രാവശ്യം ചൂടാക്കുമ്പോൾ ഇത് ഇരട്ടിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു എണ്ണ നമ്മുടെ ശരീരത്തിൽ ദഹിക്കില്ല. അതുകൊണ്ടാണ് നമ്മളൊരു മുട്ടബജ്ജി അല്ലെങ്കിൽ ഒരു പരിപ്പുവടെ ഭക്തികുമാരൊക്കെ കുട്ടികളെ തട്ടുകടയിൽ നിന്ന് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരെണ്ണം കഴിച്ചിട്ട് വൈകുന്നേരത്ത് ഭക്ഷണം തരില്ല. എന്നാൽ അത് ഗ്യാസിൽ കൊണ്ട് ദഹിക്കാത്ത. അപ്പൊ ശരീരത്തിന് ഉൾപ്പെട്ടവര് ശരീരത്തിൽ ദഹിപ്പിക്കല്ലാതെ വഴിയില്ല. ശരീരം ഇതിനെ ട്രൈഗ്ലിസറൈഡ് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ ആക്കി മാറ്റും. ഈ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ 2 തരത്തിൽ നമ്മുടെ ശരീരത്തിൽ അത് ഒന്ന് സബ്ക്യൂട്ടൽ ഏരിയൽ ഫാറ്റ്, അതായത് നമ്മുടെ വയറിനടിയിൽ തൊക്കിനടിയിലൊക്കെ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പായിട്ട് മാറ്റും. രണ്ടാമത്തെ നമുക്ക് വിസറൽ ഫാറ്റ്. ഇതാണ് നമ്മളെ അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും വില്ലനായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഫാറ്റ്, വിസറൽ ഫാറ്റ്. ഇത് നമ്മുടെ ഞരമ്പുകളിൽ കൂടും. അതേപോലെ നമ്മുടെ ലിവറിന്റെ മീതം കൂടിയ ഫാറ്റി ലിവർ, ഹാർട്ടിന്റെ മീതം കൂടുമ്പോൾ നമുക്ക് സൈലന്റ് അറ്റാക്ക് പോലത്തെ പ്രശ്നങ്ങൾ, പ്രഷർ വേരിയേഷൻ വരിക. പിന്നെ ചിലരെന്താവും, നമ്മുടെ നല്ല രക്തം പോകുന്ന കുഴലിന്റെ ഉള്ളില് ഇത് അടിഞ്ഞു കൂടും. ഈ അടിഞ്ഞു കൂടി എല്ലാവരും ചെറിയ തോതിലേക്ക് അടിഞ്ഞു കൂടുന്നു. ഒരു 80-85% വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. എന്തൊക്കെ പ്രശ്നം വരും? നമുക്ക് നടക്കുമ്പോൾ കിടപ്പ് വരും, കാലിന്റെ അടി തരിപ്പ് വരും. ചില സമയത്ത് പിന്നെ
നെഞ്ചിന്റെ ഇവിടുന്നൊക്കെ ഞെരിച്ച് പൊട്ടിക്കുന്ന വേദന അല്ലെങ്കിൽ നെഞ്ചത്ത് വേദന അപ്പോഴും നമ്മൾ ഡോക്ടറിലേക്ക് പോവുക ആദ്യത്തെ അറ്റാക്ക് ആയിട്ട് അവിടെ വരും. ഈ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടർക്ക് പോയി ഡോക്ടർ ആൻജിയോഗ്രാം ചെയ്യും. ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്ത് അവർ പറയും ഒരു 80-85% ബ്ലോക്ക് ഉണ്ട്, ഈ ബ്ലോക്ക് തീർക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം അല്ലെ. ആൻജിയോപ്ലാസ്റ്റി എന്താ, ഇതിന്റെ അടിയിൽ ഒരു സ്റ്റെൻഡ് കൊടുത്തു വയ്ക്കും. ഈ സാധനത്തിൽ ഒന്ന് വെറുതെ പൊക്കും. രണ്ട് തരത്തിലുള്ള സ്റ്റെൻഡ് ഇങ്ങനെ വെക്കും, മറ്റേ ഒരു ബലൂൺ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൈക്കിന്റെ വലിപ്പൊന്നും കൂട്ടും. അപ്പൊ ഈ കൊഴുപ്പ് എവിടേക്ക് അടിഞ്ഞുകൂടി ഇത് കുറച്ചുകൂടി മുകളിലേക്ക് കൂടും. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചുകൂടി സുഖമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യും. നമ്മൾ വിചാരിക്കും ഈ പ്രശ്നം തീർന്നു, പ്രശ്നം തീർന്നില്ല, വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള എണ്ണകളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പതിവായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് 2-3 സ്ഥലത്ത് വരും. ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും, ഇങ്ങനെ പല പല പ്രശ്നം വരും. ആ പ്രശ്നം വരുമ്പോൾ പിന്നീട് ഡോക്ടർ പറയും നമ്മുടെ അടുത്ത് ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ സംഭവിക്കുന്നത്. പിന്നീട് ഡോക്ടർ പറയും ഇനി പഴയ പരിപാടി നടക്കില്ല, നമുക്ക് എന്ത് വേണം, ബൈപ്പാസ് വേണം. എന്താ ബൈപ്പാസ്? ഇവിടെ കട്ട് ചെയ്യും, ഒരു നേരെ പൈപ്പ് എടുത്തിട്ട് കാലിന്റെ തുടയെന്നോ എവിടെയെങ്കിലും ജനപ്പെടുത്ത് നേരെ രക്തത്തിന്റെ പുറത്തുകൂടും. അപ്പോഴെന്താ തീരുന്നത്? ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമില്ല, അതിന്റെ ലക്ഷണത്തിന് മാറ്റിയവിടെ ചെയ്യുന്നുള്ളൂ. പിന്നീട് അദ്ദേഹത്തിന് എന്തിനേലും പറ്റുമോ? ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നല്ലാതെ മക്കള് പറയും അച്ഛനെ ഇരിക്കുന്ന കാലം കാണാനോ, ഒരു പ്രത്യേകിച്ച് ഒരു ഗുണം അദ്ദേഹത്തിനെ കൊണ്ട് പിന്നീട് ഉണ്ടാവില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നത്തിന് ഏറ്റവും ലെവലിൽ വരെ എത്താൻ നമ്മൾ കൈക്ക് ഉപയോഗിക്കുന്ന എല്ലാ എണ്ണകളും മറ്റും വെളിച്ചെണ്ണ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല എണ്ണയാണ് ലോകത്തിന്റെ. അത് പച്ചയ്ക്ക് ഉപയോഗിക്കും, ചൂടാക്കിയാണ്. ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ചൂടാക്കിയ എണ്ണയെ കുറിച്ചിട്ടാണ്. അപ്പോ ആർസിയ പ്രസ്ഥാനത്തില് അരിയുടെ തവിടുന്ന് നിൽക്കുന്ന ഈ ഒരു എണ്ണ വരെയുള്ള ഒന്നാമത്തെ കാരണം ഈ എണ്ണയ്ക്ക് 254 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത്രയും ചൂടിൽ നമുക്ക് ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുന്ന ഒരു 10-200 ഡിഗ്രി വരെ ഉണ്ടെങ്കിൽ മാക്സിമം ആയി. അതുകൊണ്ട് ഈ എണ്ണയിൽ ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ ഒരിക്കലും ഇത് പുകയില്ല, പുകയാത്തോണ്ട് ട്രാൻസ്ഫാറ്റ് ഉണ്ടാവില്ല. ട്രാൻസ്ഫാറ്റ് ഉണ്ടാവാത്തതുകൊണ്ട് ഈ ട്രൈഗ്ലിസൈഡോ സബ്ക്യൂട്ടറി ഏരിയൽ ഫാറ്റും വിസറൽ ഫാറ്റ് പോലത്തെ ചീത്ത കൊളസ്ട്രോളോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ എണ്ണയ്ക്ക് ഒരു പ്രത്യേകതയും നമുക്ക് മറ്റെണ്ണകൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നെന്ന് വെച്ചാൽ അതിനെ എറൈസ് ചെയ്ത് കളയാൻ ഇതിന് ഗാമ ഒറൈസിനോൾ പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത നല്ല കൊളസ്ട്രോളിനെ കൂട്ടും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും. പിന്നീടുള്ള പ്രത്യേകത എന്താ, ഓരോ പ്രാവശ്യം ഈ എണ്ണ നമ്മുടെ രക്തധമനിയിലൂടെ പോകുമ്പോൾ ഇതിനെ എറൈസ് ചെയ്ത് കളയാനുള്ള കഴിവ് ഇതിനുണ്ട്. നമുക്കൊരു അറ്റാക്ക് വന്ന ആളുകളായാലും ശരി, എന്തെങ്കിലും ചെറിയ തോതിൽ നമ്മൾ ശരീരത്തിന്റെ പ്രശ്നമുള്ള ആളുകളായാലും ശരി, നമ്മൾ വെറും വയറ്റിൽ 2-3 സ്പൂൺ എണ്ണ കുടിക്കുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിൽ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ആരെങ്കിലും എണ്ണ കുടിക്കുന്നവരുണ്ടോ? എന്താണ് എണ്ണ കുടിക്കുന്നതിന് മുമ്പേ ശേഷം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? വ്യത്യാസങ്ങളുണ്ടോ? നിങ്ങൾ കിട്ടിയ ഈ ഗുണങ്ങളൊക്കെ എന്തുവാ ഇതിനകത്തൊന്ന് പറയിപ്പിക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മൾ അത് പറയിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു എണ്ണയുടെ ഒന്നാമത്തെ പ്രത്യേകതയാണ് നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡായിട്ട് പിന്നീട് വരുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ കൊണ്ടുപോകാൻ ഈ ഒരു എണ്ണയ്ക്ക് കഴിയും. അത് മാത്രമല്ല, നമ്മുടെ വയറ്റിലുണ്ടാവുന്ന ഗ്യാസ്, അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പുളിച്ചു തേർത്ത് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ എണ്ണ ഒരു മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ, മലബന്ധം, മൂലക്കുരു, അൾസർ തുടങ്ങിയിട്ട് വയറ്റിലുണ്ടാവുന്ന 10-15 അസുഖത്തിന് മരുന്നും പ്രതിരോധമാണ് ഈ ഒരു എണ്ണ. അതേപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇ ധാരാളം ഉള്ള ഒരു എണ്ണയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, തലയിൽ വരുന്ന താരൻ, അകാരനര, മുടി കൊഴിച്ചില്, മുടി പൊട്ടിപ്പോവുക, മുടിയുടെ അഗ്രം പിളരാൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇതിന്റെ വൈറ്റമിൻ ഇ നമുക്ക് സഹായിക്കും. ശരീരത്തിൽ തേച്ച് കുളിക്കുക, മൊഴി, അതുപോലെ തന്നെ സോറിയാസിസ്, എക്സിമ തുടങ്ങിയിട്ടുള്ള ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഈ എണ്ണ ശാശ്വത പരിഹാരമാണ്. പിന്നെ ഇതേപോലെ മുട്ടുവേദന, ചെറിയ തോതിലുള്ള എല്ല് തേയ്മാനം, വേദനയ്ക്കൊക്കെ ഈ എണ്ണ മേലിൽ തേച്ച് പച്ചക്ക്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മേൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് സാധാരണഗതിയിൽ വെറും ഒരു എണ്ണയല്ല, ഒരു മരുന്ന് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. ഞാൻ എൻ്റെ വീട്ടില് എനിക്ക്
ഒരു പരിപ്പ് വട കണ്ടു കഴിഞ്ഞാൽ സാമ്പാർ കണ്ട ഗ്യാസ്. ഈ ഒരു എണ്ണ എന്റെ കുടുംബത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇപ്പൊ പരിപ്പ് വട മാത്രമായാലും വയറ് നിറച്ച് കഴിക്കുക, നമുക്ക് സാമ്പാർ ഇഷ്ടത്തോടെ കൂടി ഗ്യാസ് പറയുന്ന പ്രശ്നമില്ല. ഇതൊക്കെ നമുക്ക് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോ ഞാനൊരു 3 ഉൽപ്പന്നങ്ങൾ നമ്മളെ ഇവിടെ പരിചയപ്പെടുത്തി. എണ്ണ, പേസ്റ്റ്, ചായപ്പൊടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തായിരുന്നു ഇതുവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഈ പ്രശ്നങ്ങൾ വരുന്നത്. മായമത്സരം ഉപയോഗിക്കുന്ന ഉറപ്പായില്ലേ, നമ്മൾ തെറ്റായ രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അഡ്വാൻസ് ആവുകയെന്ന് വെച്ചാൽ പ്രകൃതിയിൽ വിട്ടിട്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നു. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് പോഷക ന്യൂനത. ഇപ്പോ പോഷക ന്യൂനത പറഞ്ഞ ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പൊ നമുക്ക് ചായ കുടിക്കണം. ചായ കുടിക്കുന്നത് എന്തൊക്കെ സാധനം വേണം? പഞ്ചസാര വേണം, അല്ലെങ്കിൽ ശർക്കര വേണം, ചായപ്പൊടി വേണം, വെള്ളം വേണം, പാലുണ്ടെങ്കിൽ പാല്. എത്ര സാധനം വേണ്ട? നമ്മുടെ വീട്ടില് പാലുണ്ട്, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയുണ്ട്, വെള്ളമുണ്ട്, ചായപ്പൊടി ഇല്ല. വീട്ടിൽ വന്നിട്ട് വൈഫിനെ ചീത്ത പറയണം, ചായ ഉണ്ടാക്കി കണ്ട് ചായ ഉണ്ടാക്കി. വൈഫിന് തല്ലിയാലും കുത്തിയാലും ചീത്ത പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമുക്ക് ആ പ്രശ്നം ചായ ഉണ്ടാക്കാൻ പറ്റുമോ? ചായപ്പൊടി വേണ്ടേ? ഇതേപോലെ നമ്മുടെ ശരീരമാകുന്ന ഈ ഒരു വാഹനത്തിൽ ശരിയായിട്ടുള്ള ഇന്ധനം കിട്ടാതെ വരുമ്പോൾ ശരീരത്തിൽ വരുന്ന ഓരോ അവസ്ഥകളാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂസിന്റെ മൂല കാരണം എന്നാണ് ഇന്നത്തെ ശാസ്ത്രലോകം കണ്ടെത്തിയത്. അതിൽ ഡോക്ടർമാരായാലും ഗവൺമെന്റ് ആശുപത്രികളായാലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണാം ജീവിതചര്യ രോഗങ്ങൾ പറഞ്ഞിട്ടുള്ള അസുഖങ്ങളാണ് ഇന്ന് കാണുന്നത്. എന്തൊക്കെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എല്ല് തേയ്മാനം, സ്ട്രോക്ക്, അറ്റാക്ക്, വെരിക്കോസ് വെയിന്, സോറിയാസിസ്, എക്സിമ തുടങ്ങിയിട്ട് നമ്മൾ എന്തിനൊക്കെ ഒന്ന് മരുന്ന് കഴിക്കുന്നത് ഇതൊക്കെ എന്താണ്? അതൊക്കെ ജീവിതചര്യ രോഗങ്ങള്. നമ്മുടെ ശരീരത്തിൽ എന്താണോ നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങൾ കിട്ടുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എന്ത് കിട്ടണം, ഈ സാധനം കിട്ടാതെ വരുമ്പോൾ ശരീരം എത്തപ്പെടുന്ന ഒരു അവസ്ഥയാണ് അത്. ഇപ്പൊ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പറഞ്ഞ ഹോർമോൺ ഇല്ലാതെ എന്താ കാരണം? ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ശരീരത്തിലില്ല. അപ്പൊ ഇംഗ്ലീഷ് മരുന്ന് എന്ത് ചെയ്യും? ആ ഇൻസുലിൻ നേരിട്ടാണ് കൊടുക്കും. അപ്പൊ അതിന്റെ ഡോസ് കഴിയുന്ന വരെ ഷുഗർ നോർമലായി ഇനി വീണ്ടും പഴയക്ക് വരും. അപ്പൊ ഇതിന് പകരം നമ്മുടെ പാങ്ക്രിയാസ് ഗ്രന്ഥിക്ക് എന്താണോ വേണ്ടത് വെച്ചാൽ ആ സാധനം ഭക്ഷണത്തോടെ കൊടുക്കുമ്പോൾ ആ ഒരു സംഭവം റെഗുലറായിട്ട് നടക്കും. ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ എന്താ നോർമൽ ജീവിതത്തിലേക്ക് വരും. ഇതാണ് പോഷകങ്ങളുടെ ഒരു ബേസ്. അപ്പൊ ഈ പോഷക ന്യൂനതയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വെറുതെ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള നമുക്ക് പറയുന്ന അവിടെ അമ്പലത്തിൽ അത്തിങ്കാളികാവ് അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വിനോദേട്ടന് വീടുണ്ട്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ വലിയൊരു പ്രോഗ്രാം നടത്തിയത്. അന്ന് വന്ന് ഡോക്ടർ രാജൻ സാർ. ഒന്ന് നമുക്കിവിടെ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ശ്രീ അർജുൻ സാർ. അദ്ദേഹം മെഡിക്കൽ നല്ല പഠിച്ച് MBA പഠിച്ച് ഇപ്പോഴും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഡോക്ടർ രാജൻ സാർ ഈ സിസ്റ്റം, ഈ ഒരു ഉൽപ്പന്നം പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് ആളുകളെ ജീവിതത്തിൽ നിന്ന് കരയ്ക്ക് കയറ്റി. കാരണം ചിലവരൊക്കെ വിദേശത്ത് നിന്ന് വന്നിട്ട് ഇനി നാട്ടിൽ പോയിട്ട് മരിക്കാം, കുട്ടികളെ മക്കളുടെ അടുത്ത് കിടന്ന് മരിക്കുക എന്നൊക്കെ വിചാരിച്ച് വന്ന പല ആളുകളെയും അദ്ദേഹം ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. അപ്പൊ അതിന്റെ ബേസ് ഈ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളും നല്ല ഭക്ഷണവും. അപ്പൊ ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച് വിപ്രോയിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? അദ്ദേഹത്തിന്റെ ജീവിതം കഴിയും. പക്ഷെ ഈ ആർസിഎമ്മിന്റെ ഉൽപ്പന്നം 10 കുടുംബങ്ങളിലേക്ക് ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 5-6 വർഷത്തോളമായി അദ്ദേഹം വിപ്രോയിൽ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഈ ആർസിഎം എന്ന ഈ നന്മേനെ ഏറ്റെടുത്തു. കാരണം അവരുടെ കുടുംബം നല്ല ആരോഗ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ചയിലേക്ക് വന്നു. അപ്പൊ ഈ ഒരു സന്ദേശം ആളുകൾക്ക് കൊടുത്താൽ ഇന്ന് ആളുകൾ നേരിടുന്ന പ്രശ്നമൊക്കെ എന്താ? നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് പഴയടുത്ത് കാശുണ്ടാക്കും. കിട്ടുന്ന കാശിന്റെ ഭൂരിഭാഗം പിന്നെ നമ്മൾ ഈ അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടി ചെലവാക്കും. അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം കൊടുക്കാൻ പറ്റിയ ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുന്നവർ, അങ്ങനെ നമ്മുടെ നാട് ആരോഗ്യപരമായിട്ടുള്ള നല്ല നാട്ടിലേക്ക് എത്താൻ നമ്മുടെയൊക്കെ ചിന്ത അതന്നെയല്ലേ. അപ്പോ അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച് ഈ ഒരു സിസ്റ്റം മാക്സിമം ആളുകളിലേക്ക് എത്തുന്നു. ഇന്ന് അദ്ദേഹത്തിന് കേരളം, തമിഴ്നാട്, വടക്കേ ഇന്ത്യയിൽ പല എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന്റെ
നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. അപ്പൊ അതിന്റെ നമ്മൾ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ കാര്യങ്ങളൊക്കെ അഭ്യസിച്ച് പഠിച്ചു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് നമ്മൾ പോഷകങ്ങളില്ലാതെ നമ്മൾ പല പല പ്രശ്നങ്ങളിലേക്കും വരുന്നത്, അതിന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, അതിൽ RCMന്റെ പങ്ക് എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങളടുത്ത് സംസാരിക്കാൻ വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ RCM എന്ന പ്രസ്ഥാനത്തില് സ്റ്റാർ എമറാൾഡ് എന്നൊരു പൊസിഷൻ അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ അർജുൻ സാറിനെ ഞാൻ എല്ലാവിധ ആദരവോട് കൂടിയിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും നിറഞ്ഞൊരു കയ്യടി. എല്ലാവർക്കും നമസ്കാരം. കയ്യടി എനിക്കായതുകൊണ്ടാണ് കയ്യടി കുറച്ച് കുറഞ്ഞു പോയത്. കയ്യടി നിങ്ങൾക്കായിരുന്നെങ്കിൽ നല്ല ഉഷാറായി. കാരണം അത് വേറെ ഒന്നുമല്ല. ഇപ്പോ ഇതില് നമ്മളെല്ലാവരും പല വിശ്വാസമുള്ള ആൾക്കാരാണ്. എന്റെ വീടിന്റെ അടുത്ത് ദൈവസഭക്കാരുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ 13 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണ്. ഇവർക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴും ഭയങ്കര എനർജിയാണ്. റെസിഡൻഷ്യൽ പരിപാടികൾ ഇവര് തകർത്താടും. ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്താ അങ്ങനെ, എന്താ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല, എപ്പോ നോക്കിയാലും നിങ്ങൾ വളരെ എനർജറ്റിക് ആണ് പറഞ്ഞത്. അവര് പറഞ്ഞ കാര്യം, ഞങ്ങളുടെ എല്ലാ മരുന്നിനും എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമായിട്ട് എന്തുണ്ട്, ഈ കയ്യടി. എത്ര കൈയടിക്കുന്നോ അത്രത്തോളം ഞങ്ങൾക്ക് എനർജി വരും. അതിന്റെ വേറൊരു ഗുണം കൂടി ഉണ്ട്. ഇതുപോലെ ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ വേറൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിച്ച് അവരിരിക്കും. അങ്ങനൊരു ഗുണം കൂടി. പക്ഷെ കൈയടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രഷർ പോയിന്റ് ഉണ്ട്. ഈ പ്രഷർ പോയിന്റ് എന്തായാലും ആക്ടിവേറ്റ് ആവും. ഉദാഹരണത്തിന് നമുക്ക് ഭയങ്കരമായിട്ട് തലവേദന വരുന്നുണ്ട്. തലവേദന വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ ചൂണ്ടുവരലുണ്ടല്ലോ, ഈ ചൂണ്ടുവരൽ ഈ ഭാഗം നന്നായിട്ട് ഇങ്ങനെ അമർത്തുക, ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് വയറുവേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നടുക്കത്തെ ഭാഗം ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രസ് ചെയ്തിട്ട് അമർത്തുമ്പോൾ നല്ല വേദന വരുന്നതിന്റെ അർത്ഥം വയറ് ശരിയല്ല, മോഷൻ കറക്റ്റ് അല്ല, എന്തോ ഒരു കാര്യം തടസ്സമായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൈകളിൽ എന്തുണ്ട്, പ്രഷർ പോയിന്റ് ഉണ്ട്. ഇത് എത്ര അടിക്കുന്നോ അത്രത്തോളം നമ്മുടെ എനർജി ലെവൽ കൂടുന്നു. മാത്രമല്ല ഈ കയ്യിൽ ചിലവർക്ക് ഒരു ദാരിദ്ര്യത്തിലേക്ക് തരും. അത് അടിച്ചടിച്ച് മാറ്റാൻ നല്ലതാണ്. അപ്പോ ഇത്രയും നേരം ഈ ചൂട് തീരുന്നതിന് നിങ്ങൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കാൻ പറ്റുമോ? എന്തായാലും നിങ്ങളുടെ അവസ്ഥയെക്കാളും ഒട്ടും മോശം എന്റെ അവസ്ഥ. കാരണം ഞാൻ വോട്ടിട്ടാണ് നിൽക്കണേ. അതിനേക്കാളും 10 ഇരട്ടി കൂടുതൽ ചൂട് എന്റെ സാറ് പരിചയപ്പെടുത്തി. എന്റെ പേര് അർജുൻ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. വ്യൂര് കേട്ടുണ്ടോ? വ്യൂര് കേട്ടിട്ടുണ്ട്. വ്യൂര് എന്താ അതിന്റെ ഉള്ളിൽ നിന്നല്ല, പുറത്തുനിന്നാണ്. ഓക്കെ, അപ്പൊ അതിന്റെ അടുത്ത് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോ കഴിഞ്ഞ 5.5 കൊല്ലമായിട്ട് ഈ പ്രസ്ഥാനമായിട്ട് ചേർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നേ വിപ്രോ എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. പക്ഷെ അവിടെ വർക്ക് ചെയ്തപ്പോ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. കാരണം 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ പറഞ്ഞ പണി പിന്നെ 16 മണിക്കൂറായി. അത് വെള്ളപ്പൊക്കം വന്ന സമയത്ത് 48 മണിക്കൂറായി. അതൊന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായപ്പോൾ ഭക്ഷണം മോശമായി, ഉറക്കം മോശമായി, അനാവശ്യമായിട്ട് ഒരുപാട് ടെൻഷൻ വന്നു. അതോടുകൂടിയിട്ട് ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് ആരോഗ്യദായകമായ 25 കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ഒരു കമ്പനിയുമായിട്ട് ചേരാൻ പറ്റിയതും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയും കാലം പഠിച്ചതൊന്നുമല്ല പഠിക്കും. കാരണം ഒരു മനുഷ്യൻ അടിസ്ഥാനമായിട്ട് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇന്ന് കുട്ടികളെ ആരും പഠിപ്പിക്കുന്നില്ല. കാരണം ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് ട്രിഗണോമെട്രി. അതുകൊണ്ട് ഗുണമില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാത്തരം കുട്ടികൾക്കും ഗുണമില്ല. കുട്ടി അറിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം, അത് കുട്ടിക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരു ദിവസം എത്ര കെട്ട് ചീര കഴിച്ചാലാണ് അയാൾ ഉള്ളിലേക്ക് ഇതില്ല എന്നുള്ളത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് പങ്കുവഹിക്കുന്നത് ആകെ 20% മാത്രമാണ്. ശരിയാണോ വിവേകാനന്ദ സാറേ? ശരിയാണ്. കാരണം അത് ആവശ്യത്തെക്കാളും കൂടുതൽ പഠിപ്പിക്കുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ചരിത്രം പഠിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് ചരിത്രം പഠിച്ച് രക്ഷപ്പെട്ട ആൾക്കാർ വളരെ കുറവാണ്. ഇനി അടുത്തത് എന്ത് വരും, ഇനി അടുത്തത് എന്ത് വരാം, ഇനി അതിനെ തരണം ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പഠിത്തം വേണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജയരാജ് സാർ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യ പ്രശ്നമാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. ഒരു 30 കൊല്ലം മുന്നേ എന്റെ ഒരു ചിന്താഗതിയിൽ അധികം ഹോസ്പിറ്റൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എന്റെ അച്ഛനും പറഞ്ഞു കേൾക്കുന്ന അത്ര ഹോസ്പിറ്റലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അവിടെ ജൂബിലി എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട്. ആദ്യ കാലങ്ങളിൽ ഞാൻ അത് കൂടെ പാസ് ചെയ്യുമ്പോൾ 1 നില ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏകദേശം 13 നില ആ ഹോസ്പിറ്റലുണ്ട്. അതുകൊണ്ട് ചില ആൾക്കാരെ പറ്റിയിട്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകും നല്ല നിലയിലെത്തിയിട്ടാ മരിച്ചത്. കാരണം 13ാമത്തെ നിലയിലെത്തിയിട്ടാണ് ആള് പോകുന്നത്. അപ്പൊ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടാണ്, സ്പെഷ്യാലിറ്റി സെന്ററിന്റെ എണ്ണം കൂടുക. സ്പെഷ്യാലിറ്റി സെന്റർ കാരണം ഓരോന്നിനും ഇപ്പൊ തനിയായിട്ടാണ്. ഹൃദയത്തിന് സെപ്പറേറ്റ്, മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്ക് സെപ്പറേറ്റ്, സ്കിന്നിന് സെപ്പറേറ്റ്, തലയ്ക്ക് സെപ്പറേറ്റ്, ചെവിക്ക് സെപ്പറേറ്റ്, ഒക്കെ സെപ്പറേറ്റ് ആണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്. ശരിയല്ലേ?
ഇതെല്ലാം കൂടി ഒറ്റ ശരീരത്തിലുള്ളൂ. അപ്പൊ ഇതിനെ എങ്ങനെ ചികിത്സിക്കുകയാണെങ്കിലും മറ്റൊന്നിനെ ചികിത്സിച്ചേ പറ്റൂ, ശരീരത്തിനെ മൊത്തം ചികിത്സിച്ചേ പറ്റൂ. അപ്പൊ സ്പെഷ്യാലിറ്റി സെന്ററുകൾ കൂടിക്കൊണ്ടിരിക്കുക, ടെസ്റ്റ് ലാബുകൾ കൂടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കൂടുന്നതിന്റെ അർത്ഥം നമുക്ക് ആരോഗ്യം ഉണ്ടെന്നാണ്. എന്താണ്? അനാരോഗ്യം ഉണ്ടെന്നാണ്. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് വൈറ്റ് ഹൗസ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു അമ്മയും ഒരു മോനും വന്നേ. ഞാൻ ചോദിച്ചു എവിടുന്നാ വരുന്നത് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ നോർത്ത് നിന്ന് വരികയാണ്. എന്താ ഇവിടെ വന്നേ? ഇവിടെ നല്ല ഹോസ്പിറ്റൽ ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടി വന്നു. അപ്പൊ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, അഭിമാനം തോന്നി. കാരണം എന്താ, അവിടുന്ന് ആൾക്കാർ ഇവിടെ ട്രീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ പിന്നെയാണ് എനിക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ അതിന്റെ അതിലുള്ള ഹോസ്പിറ്റല് കിട്ടുന്നത്. കാരണം അവര് പറഞ്ഞ സ്ഥലത്തേക്ക്, രാജസ്ഥാനിലേക്ക് ഞാൻ ചെന്നപ്പോ ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടുപിടിക്കുന്നത് മിനിമം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുക. നമ്മുടെ ഇവിടെ എല്ലാ ജംഗ്ഷനിലുണ്ട് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബേക്കറി ഉണ്ട്. അയാൾ മുട്ട പമ്പ് കൊടുക്കും, ഇയാൾ പാരസെറ്റമോൾ കൊടുക്കും. കാരണം ഈ മുട്ട പമ്പ് കഴിച്ചാലാണ് എന്തുണ്ടാവുള്ളൂ, മലബന്ധം ഉണ്ടാവും, പിന്നെ അത് സംബന്ധമായ അസുഖങ്ങൾ വരും. അതിന് ഇയാൾ എന്ത് കൊടുക്കും? നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏത് ജംഗ്ഷനിൽ പോയാലും ഒരു ബേക്കറി ഒരു മെഡിക്കൽ ഷോപ്പ് മസ്റ്റാ. കാരണം അത് ടൈപ്പാണ്. അവിടെ നിന്ന് ഈ ബേക്കറി കൊടുത്തോ, ഈ എണ്ണയിലുള്ള വറുത്ത സാധനങ്ങൾ കൊടുത്തോ, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്താൻ ഞങ്ങൾ ഒന്ന് ധൈര്യമായിട്ട് മരുന്ന് കൊടുക്കാം. മരുന്നിനെതിരല്ല ഞാൻ, പക്ഷേ നമ്മുടെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള പ്രശ്നത്തെ പരിഹരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇല്ലാതെയാക്കല്ല വേണ്ടത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ ശരീരം നമ്മളോട് പറയാണ് എനിക്ക് ഇനി പണിയാൻ വയ്യ, എന്റെ ശരീരത്തിന് കുറച്ച് റെസ്റ്റ് വേണം, നിങ്ങൾ മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കുന്നതാണ് ശരീരം പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാരസെറ്റമോൾ കഴിച്ചിട്ട് അതിനെ സപ്രസ് ചെയ്യും. സപ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് കാലങ്ങൾ കഴിച്ച് സപ്രസ് ചെയ്താൽ ഈ പനി അല്ലെങ്കിൽ ഈ അസുഖം വേറെ ഏതെങ്കിലും രീതിയിലായിട്ട് മാറും. കാരണം പനി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് പുറത്ത് പോകേണ്ട സാധനങ്ങളാണ്. ഈ പുറത്ത് പോകേണ്ട സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് വയ്ക്കും. ചിലർ തുമ്മുമ്പോൾ ചില ആൾക്കാർ മൂക്ക് പൊത്തും. അപ്പൊ നമ്മൾ പറയുന്നത് മൂക്ക് പൊത്തരുത്. കാരണം എന്താ? അത് നല്ലതല്ല, ഉള്ളിലേക്കാണ് പ്രഷർ വരുന്നത്. ഇതേ കാര്യം തന്നെ പനി വരുമ്പോൾ സംഭവിക്കും, ഈ ശരീരത്തിൽ വേണ്ടാത്ത സാധനങ്ങൾ പുറത്തു പോകാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ഈ മരുന്ന് കഴിക്കുന്നതിലൂടെ അതിനൊരു തടയിടും. അങ്ങനെ ഇത് ശരീരത്തിൽ നിന്ന് കടന്ന് വലിയൊരു അസുഖമായിട്ട് പിന്നെ പുറത്തേക്ക് വരും. നമ്മുടെ കാലത്ത് ആദ്യകാലങ്ങളിലൊക്കെ പനി വരാറുണ്ടായിരുന്നു. ആരും ഡോക്ടറെ കാണിക്കുന്നത് അത് പനിച്ചു പോവും എന്നാണ് പറയാറ്, തുമ്മിപ്പോന്നാണ് പറയാറില്ല, ചുമച്ചു പോകുന്നാണ് പറയാറ്. പക്ഷെ ഇന്ന് നമുക്ക് അതിനുള്ള സമയമില്ല. കാരണം എന്താ? നാളെ കൃത്യം 9 മണിക്ക് നമുക്ക് പഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന് കഴിച്ച് നമ്മൾ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് മലയാളി എന്ന് പറയുന്നത് ഗുളിക കാലത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയോ തെറ്റോ? ശരി. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങളൊരു മോചനം ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട 7 കാര്യങ്ങളാണ് ഈ പറഞ്ഞ ന്യൂട്രിയൻസ്. അതിൽ ഏറ്റവും അടുത്താണ് കാർബോഹൈഡ്രേറ്റ്, അതായത് അന്നജം. ഇവിടെയുള്ള എല്ലാവരും അത് ധാരാളം കഴിക്കുന്നത് എനിക്കറിയാം. ചില ആൾക്കാർ 3 നേരം ചോറ് കഴിക്കുമല്ലോ. ചില ആൾക്കാർ 2 നേരം കഴിക്കും, ചില ആരും 1 നേരം കഴിക്കും. പക്ഷെ അന്നജം എങ്ങനെ പോയാലും നമ്മുടെ ഉള്ളിലേക്ക് അത്യാവശ്യമുള്ള കാരണം ഈ അന്നജമാണ് നമുക്ക് എന്ത് തരിക? എനർജി തരിക. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഊർജ്ജം ചെല്ലണമെങ്കിൽ എന്ത് വേണം? അന്നജം ചെല്ലണം. അത് ചപ്പാത്തിയുടെ രൂപത്തിലായിരിക്കാം, പറാട്ടയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ചോറിന്റെ രൂപത്തിലും ആയിരിക്കാം. അപ്പൊ ഇതിന് നമുക്ക് ആർക്കും കുറവൊന്നുമില്ല, എല്ലാവർക്കും അത്യാവശ്യത്തിനുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് എന്താ? വെള്ളം. ഇതിനാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ഷാമം. ഈ സ്ഥലത്തിന്റെ പേരെന്താ സാറേ? പാണ്ടിക്കാട്. കറക്റ്റ് പാണ്ടിക്കാട്. പാണ്ടിക്കാട് എങ്ങനെ വെള്ളത്തിന് ക്ഷാമമുണ്ടോ? വെള്ളത്തിന് ക്ഷാമമുണ്ടോ? പൊതുവെ ഇല്ല. വല്ലപ്പോഴും കുറച്ചൊക്കെ ഇങ്ങനെ വല്ലാതെ വെയിൽ തീവ്രമായി കഴിഞ്ഞാൽ മാത്രമല്ല. അപ്പൊ പൊതുവെ ക്ഷാമം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നല്ലോണം വെള്ളം കുടിച്ചൂടെ? കാരണം ഓരോ 20 കിലോ ശരീരഭാരത്തിന് 1 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കുന്നതാണ് കണക്ക്. എന്റെ ശരീരഭാരം 80 കിലോ ആണെങ്കിൽ ഞാൻ മിനിമം 4 ലിറ്റർ വെള്ളം കുടിക്കണം. എന്റെ ശരീരം നന്നായി വേർക്കുന്ന ശരീരമാണെങ്കിൽ ഞാൻ മിനിമം 5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. നമ്മൾ കുടിക്കുന്നുണ്ടോ അതോ കുടിപ്പിക്കുകയാണോ? ഭാര്യമാര് കുടിപ്പിക്കുകയാണോ കുടിക്കുകയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ശരീരത്തിൽ ഈ പറഞ്ഞ അന്നജത്തെ ഊർജമാക്കി മാറ്റണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന് രക്തം വേണം, രണ്ടാമത് വെള്ളം വേണം. കാരണം ഈ അന്നജത്തെ എനർജിയാക്കി മാറ്റി ഇത് ഗ്ലൂക്കോസ് രൂപേണ എല്ലാവർക്കും എത്തണമെങ്കിൽ പര്യാപ്തമായ അളവിലുള്ള വെള്ളം ഇല്ലെങ്കിൽ അത് നടക്കുള്ളൂ. ആ വെള്ളം ഇല്ലെങ്കിലാണ് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക. നിങ്ങൾക്ക് നന്നായിട്ട് ചെന്നിക്കുത്തോ അല്ലെങ്കിൽ തലവേദന വരുന്ന സമയത്ത് നല്ലോണം വെള്ളം കുടിച്ചു നോക്കൂ, പെട്ടെന്ന് അത് മാറും. വല്ലാതെ ക്ഷീണം വരുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിച്ചു നോക്കൂ, പെട്ടെന്ന് അത് മാറും. പക്ഷെ നമ്മൾ ഈ സാധനം കുടിക്കുകയില്ല. പുരുഷന്മാര് പിന്നെയും കുടിക്കും. അതിന് 2 വിഭാഗം ആൾക്കാരുണ്ട്. ഒരാൾക്കാർ സാധാ വെള്ളം കുടിക്കും, മറ്റാൾക്കാർ കളർ വെള്ളം കുടിക്കും. കളർ വെള്ളം കുടിച്ചുകൊണ്ട് യാതൊരു ഉപകാരവും
ഇല്ല. പക്ഷെ ഇത് കുടിക്കാത്ത വിഭാഗമാണ് സ്ത്രീകൾ. അത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ അതാണ് സത്യാവസ്ഥ. കാരണം എല്ലാ പണിയും കഴിഞ്ഞ് കുടിക്കാന്ന് വിചാരിക്കും, പക്ഷെ എല്ലാ പണിയും കയ്യിലുണ്ടോ? ഇല്ല. 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ എന്താ പണിയോട് പണിയാണ്. അപ്പൊ വെള്ളം തീരെ കുടിക്കില്ലാന്ന് മാത്രമല്ല, ഇനി ഒരു കല്യാണം വന്നു, എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പുറത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒട്ടും കുടിക്കില്ല. കാരണം എന്താ, അവിടെ പോയി ഇനി മൂത്രമൊഴിക്കാൻ പോകണം. ഇനി അവിടെ അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ മെനക്കണം, അപ്പൊ കുടിക്കാതിരുന്നാൽ മതി എന്നുള്ളത് വിചാരിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ഏറ്റവും വലിയ കാരണം വെള്ളം കുടിക്കാത്തതാണ്. വാജിനൽ ഏരിയയിൽ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം വെള്ളം കുടിക്കാത്തതാണ്. വളർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണം വെള്ളം കുടിക്കാത്തതാണ്. നിങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സുന്ദരന്മാരായിട്ട് മാറും. കാരണം നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ എന്തായിരിക്കും, സോഫ്റ്റ് ആയിട്ട് മാറും. തീരെ വെള്ളം കുടിക്കാത്ത ശരീരമാണെങ്കിൽ അറിയാനൊരു വഴിയുണ്ട്. നിങ്ങളുടെ ഈ ചൂണ്ടുവെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഈ തടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ അമർത്തി പിടിക്കുക. ഇത് വിട്ടുടനെ താഴേക്ക് പോകണമെങ്കിൽ അതിന്റെ അർത്ഥം പര്യാപ്തമായ അളവിൽ വെള്ളം കിട്ടുന്നു. പക്ഷേ ഇതിങ്ങനെ അമർത്തി പിടിച്ചിട്ട് നിങ്ങൾ വിടുമ്പോൾ ചൈന വൻമതിൽ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു തുള്ളി വെള്ളം നിങ്ങളുടെ ശരീരത്തില് ഇല്ലാന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, കേരളത്തിൽ പൊതുവെ ചൂട് കൂടുതലാണ്. ചൂട് മാത്രമല്ല, പുഴുക്കം കൂടുതലാണ്. അപ്പൊ പൊതുവെ പുറമേ നിന്ന് ആൾക്കാര് ഉപയോഗിക്കുന്ന വെള്ളത്തെക്കാളും കൂടുതൽ ആര് ഉപയോഗിക്കണം, നമ്മൾ ഉപയോഗിക്കണം. കാരണം നമുക്ക് ക്ഷീണം വരാനുള്ള ഏറ്റവും വലിയ കാരണം ഈ പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിൽ വളരെ കുറവായിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. എന്ന് വെച്ച് ഇന്നിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് 6 മണി തൊട്ട് വൈകിട്ട് 6 മണി തൊട്ട് 10 മണി വരെ കുടിയോട് കുടിയാകുന്നത് അതിനൊരു അർത്ഥമില്ല. കാരണം 6 മണിക്ക് ശേഷം നിങ്ങളുടെ ശരീരം ഉറക്കാവസ്ഥയിലേക്ക് പോകും. ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വെള്ളം ആവശ്യമില്ലെന്നല്ല, പക്ഷേ രാവിലെ ഈ സമയം തൊട്ട് ആ സമയം വരെയുള്ള വെള്ളത്തെക്കാളും കുറവ് ആവശ്യം മതി ആ ടൈമിൽ. ചില ആൾക്കാർ എന്ത് ചെയ്യും, വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷം കുടിയോട് കുടിയായി പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തനം ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം നമുക്ക് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ആൾക്കാർ കുപ്പി എടുത്ത് ഇങ്ങനെ ഒരു കമത്തിലാകും. ഈ നാളെ അറിയില്ല വെള്ളം പോകുന്നത്, നേരെ അവിടുന്ന് അങ്ങോട്ട് വിട്ടിട്ട് ഇത് നാളെ ചെന്ന് ഈ താഴേക്ക് ഒറ്റ അറിയാം. അങ്ങനെയല്ല, നമ്മൾ ഈ നാളം അറിയണം, വെള്ളം സിപ്പായിട്ട് വേണം കുടിക്കാൻ. അതുകൊണ്ടാണ് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. പക്ഷെ പല ആൾക്കാരും എന്ത് ചെയ്യും, അതങ്ങോട്ട് എടുത്ത് ഒറ്റ കമത്ത് ആർക്കോ വേണ്ടി കുടിക്കുന്നത്, അങ്ങനെ കുടിക്കരുത്. അത് ആസ്വദിച്ച് കുടിക്കാൻ നമുക്ക് പറ്റണം. അപ്പോ 20 കിലോ ശരീരഭാരത്തിന് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ കുടിക്കണം. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ്. ഇതെന്തായാലും ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് കുറവാണ്, പോയിട്ട് എന്തെങ്കിലും മട്ടനോ ചിക്കനോ ബീഫോ കഴിച്ചിട്ട് വായൊന്ന് പറയാനുള്ള ഒരു അവസ്ഥ പൊതുവെ മലയാളികള് ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. വേണമെങ്കിൽ ഇത് അങ്ങോട്ട് കൊടുക്കാൻ താല്പര്യം, കാരണം ഇത് ബാങ്കാണ്, കൊഴുപ്പിന്റെ ഇത് വേണമെങ്കിൽ അങ്ങോട്ട് വേണമെങ്കിൽ എക്സ്ട്രാ കൊടുക്കാം. അപ്പോ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കൊഴുപ്പാണ്. കൊഴുപ്പ് വേണ്ടെന്നല്ല, കാരണം ഈ കൊഴുപ്പ് ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനം നന്നായിട്ട് പോകും. കാരണം തലച്ചോറിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാറ്റ് ഒരു വലിയ കാരണം ആയിരിക്കും. പക്ഷേ അമിതമായിട്ടുള്ള ഫാറ്റ് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. നമ്മുടെ ശരീരത്തിൽ നിർഭാഗ്യവശാൽ അമിതമായിട്ടുള്ള ഫാറ്റ് ഇത് എവിടുന്ന വരുന്നത്, നമ്മൾ കഴിക്കുന്ന ബേക്കറി പലഹാരങ്ങൾ. ഇപ്പൊ ചില ആൾക്കാർ പറയും എന്നാ പിന്നെ സുഖേൻ കഴിക്കാം, അതിൽ ചെറുപയറുണ്ടല്ലോ കുറച്ച് പ്രോട്ടീൻ ഉള്ളിലേക്ക്. ഈ ചെറുപയർ എന്ന സാധനം അതിന്റെ കവറിംഗ് എന്ന് പറയുന്നത് കടലമാവോ അല്ലെങ്കിൽ മൈദയോ ആയിരിക്കും. ഇത് പൊരിക്കുന്നത് എന്തിനാ, ഈ എണ്ണയിലാണ്. ഒന്നിൽ കൂടുതൽ വട്ടം ഉപയോഗിച്ച എണ്ണയല്ല, എണ്ണയുടെ എല്ലാ ഗുണങ്ങളും മാറി അത് കരിയെണ്ണയായിട്ട് മാറും. അത് നമ്മുടെ ശരീരത്തിൽ ട്രാൻസ്ഫാറ്റ് ആയിട്ട് മാറും. അതോടുകൂടി എന്ത് സംഭവിക്കും, നമ്മുടെ അവയവം ഇപ്പൊ ഇത് നമ്മുടെ കൊച്ചു ഹൃദയമാണെങ്കിൽ ഈ ഹൃദയത്തിന്റെ ഭിത്തികളിൽ പോയിട്ട് ഈ ട്രാൻസ്ഫാറ്റ് പതിയും. ഇത് പതിയുമ്പോൾ എന്ത് സംഭവിക്കും, നന്നായിട്ട് മിടിക്കുന്ന ഒരു ഹൃദയം, ഇങ്ങനെ മിടിക്കുന്ന ഒരു ഹൃദയത്തിന്റെ മേലെ 2 കൈ വെച്ച് എന്ത് സംഭവിക്കും, ഇതിന്റെ മിടിപ്പ് പതുക്കെ ആയിട്ട് ചലിച്ചു കൊടുക്കും. ഒരു റൗണ്ട് കൂടി ഇതിന്റെ മുകളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിനൊന്നും കൂടി പ്രവർത്തിക്കാൻ പറ്റാതെയും. അതിനെ പറയുന്ന പേരാണ് ഹാർട്ട് അറ്റാക്ക്. ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ് അവർ പറയുന്നത് ഈ ഒരു കാര്യം ചെയ്യുന്നത് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബൈപ്പാസ് ചെയ്യാമെന്നുള്ളത് പറയാം. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹാർട്ട് അറ്റാക്ക്. കാരണം എന്താ, അവരുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ബേക്കറിയിൽ നിന്നുള്ള ഭക്ഷണം, രണ്ടാമത്തെ കാര്യം ഭക്ഷണം ചിട്ടയോട് കൂടിയിട്ടല്ല കഴിക്കുന്നത്. പണ്ട് കാലത്ത് ഒരു ചിട്ട ഉണ്ടായിരുന്നു, രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, വൈകിട്ട് 7 മണിക്ക് കഴിച്ച പിന്നെ ആൾക്കാര് ഭക്ഷണം കഴിക്കൽ. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അത് കുറയ്ക്കണം ആളുകൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യം വൈകിട്ട് 7 മണിക്ക് ഭക്ഷണം കഴിക്കുക, പിന്നെ രാവിലെ 8 മണിക്ക് ഭക്ഷണം തുടങ്ങാൻ പാടും. 16 മണിക്കൂറിന്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൊഴുപ്പ് കുറയും. കൊഴുപ്പ് എന്തുകൊണ്ടാണ് കുറയുന്നത്, നമ്മുടെ ശരീരത്തിലെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കൊഴുപ്പിന്റെ ശരീരം വലിച്ചെടുക്കും. പക്ഷെ നമ്മൾ അതിനൊരു അവസരം കൊടുക്കില്ല സാറേ. നമ്മൾ ജോലി കഴിഞ്ഞ് 7 മണിക്ക് വന്ന ഒരു ചായ ഒരു കടി, പിന്നെ 8 മണിക്ക് ഭക്ഷണം, പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു 10 മണിയാവുമ്പോൾ എന്തെങ്കിലും ഒന്ന്
കടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ എടുക്കും. ഇന്ന് 12 മണി വരെ 2 മണി വരെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഉണ്ട്. ഞാൻ ഒരിക്കലും ഇതുപോലെ ഒരു ക്ലാസ് കഴിഞ്ഞ് മലപ്പുറത്ത് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത്, അന്ന് നോമ്പുള്ള സമയമാണ്, രാത്രി 1:30 ഒരു വലിയ ജനത്തിരക്ക്. ഞാൻ വിചാരിച്ച എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചല്ല, ഹോട്ടലിന്റെ മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കുക. അപ്പൊ രാത്രി 1:30 നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഭക്ഷണം കഴിച്ച് അപ്പൊ തന്നെ കിടക്കും. ഈ കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ ദഹനം നടക്കുക? ഇതാണ് പ്രശ്നം. ഒന്ന്, കൊഴുപ്പുള്ള ഭക്ഷണം അമിതമായിട്ട് ചെല്ലുന്നു മാത്രമല്ല, 2, ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള വ്യായാമവും ഇല്ല അതിനെ കളയാൻ വേണ്ടി. 3ാമത്തെ കാര്യം, തെറ്റായ സമയങ്ങളിലാണ് ഭക്ഷണം ഇന്ന് ആൾക്കാര് കഴിക്കുന്നത്. ഇന്ന് 10ഓ 16ഓ വട്ട ആൾക്കാർ ഭക്ഷണം കഴിക്കും. നിങ്ങളുടെ കിച്ചണില് സിങ്കിൽ എത്ര നേരം പാത്രം ഒഴിഞ്ഞു കാണാറുണ്ട്? അതൊന്നും കേൾക്കട്ടെ. ഉണ്ടാവാറില്ല. കാരണം എന്താ? എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കഴിച്ചോണ്ട് ഇരിക്കണം. ഇതാണ് സത്യാവസ്ഥ. അവിടെ നിങ്ങളുടെ സിങ്കിൽ പാത്രം എന്ന് ഒഴിഞ്ഞു കിട്ടുന്നോ അന്നാണ് ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. കാരണം എന്താ? അവിടെ ഒരു കൃത്യതയുണ്ട്, ഒരു കണക്കുണ്ട്. എന്ത് കഴിക്കണം, എപ്പോ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നത്. ഒരു ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു കണക്കുണ്ട്. നിങ്ങൾ ചോറ് എത്ര കഴിക്കണം അറിയോ? ഇത്ര കഴിക്കാൻ പാടുള്ളൂ. എത്ര? കാരണം എന്താ അറിയോ? നിങ്ങളുടെ ആമാശം എത്രയുള്ളൂ? ഇത്രയുള്ളൂ. ഈ ആമാശത്തിലേക്കാണ് നമ്മളൊരു കല്യാണ പരിപാടി, ഒരു റിസപ്ഷൻ വന്ന് അവിടെ ചെന്ന് ഒരു പൊറോട്ട, ഇത്തിരി ഫ്രൈഡ് റൈസ്, 2 ചിക്കൻ കറി, അതിന്റെ നേരെ കൂടെ പത്തിരി, ഐസ്ക്രീം, ഫലൂദ, ഇതൊക്കെ ഒന്ന് തൊണ്ട പ്രശ്നാവധിക്ക് ഇതിന്റെ നേരെ കൂടെ കുടിക്കും. ചായ കുടിക്കും. ഇതൊക്കെ എവിടേക്കാ പോണേ? ഈ കുഞ്ഞ ആമാശയത്തിലേക്കാ പോണേ. ഈ ആമാശയത്തിന്റെ എത്രത്തോളം വരുന്നത് അതിന് ഇത്ര ചോറേ നമ്മൾ കഴിക്കാൻ പറ്റും. ഒരു കട്ടവരിയുടെ ചോറ് നമ്മൾ കഴിക്കാൻ പറ്റും. ഞാൻ പറയുന്നതല്ല, ലോകാരോഗ്യ സംഘടന പറയുന്നത്. പക്ഷെ നമ്മൾ എത്ര ചോറ് കഴിക്കും? ഇലയിൽ ഏറ്റവും കൂടുതൽ ചോറാണ്, ഏറ്റവും കുറവുള്ളത് അറിയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ കൊഴുപ്പിനെ മാറ്റണമെങ്കിൽ 1ാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ബേക്കറി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. 2ാമത്തെ കാര്യം എക്സസൈസ്. എന്തെങ്കിലും ഒരു എക്സസൈസ് നമുക്ക് ഡെയിലി വേണം. ശരിക്കും കണക്ക് പറയുന്നത് 6000 സ്റ്റെപ്പെങ്കിലും നിങ്ങൾ ഡെയിലി നടക്കണം. എത്ര സ്റ്റെപ്പ്? 6000. ബോധപൂർവം. ഇവിടുത്തെ ചേച്ചിമാര് പറഞ്ഞു, ഞാൻ അടുക്കളയിൽ അത്രയൊക്കെ ശരിയാണ്, അടുക്കളയിലൊന്നും നടക്കണ്ടോ, പക്ഷെ അത് ബോധപൂർവ്വം അല്ല. കാരണം എന്താ? ഒരു ആവശ്യത്തിന് വേണ്ടി നടക്കണ്ട. നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവവും അറിയണം നിങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം എന്റെ വീടിന്റെ അടുത്ത് 6 മണിയാകുമ്പോൾ കുറച്ച് ചേച്ചിമാരെ നടക്കാറൊക്കെ അയ്യോ ഭൂമിക്ക് വേദനിക്കുന്നുള്ള രീതിയിലാണ് അവര് നടക്കും. ഇങ്ങനെ ആടി നടക്കും. ശരിക്കും നടക്കാന്ന് പറഞ്ഞാൽ ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് തോന്നണം ഇയാളെ എന്തോ ചെയ്യാൻ വരുന്നു. അങ്ങനെ വേണം നടക്കണം. കാരണം കൈ രണ്ടും അനങ്ങണം. ഇനി നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒരു പടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പടിയുമേ കയറി നിന്നാ. ഇവിടെ ഒരു പടിയുണ്ട്, ഈ പടിയുമേ കയറി നിന്നേ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കയറുക, ഇറങ്ങുക, കയറുക, ഇറങ്ങുക, കയറുക.